لله أشراقت الدنا ففي نوره كل يجيء ويذهب. പരമകാരുണികനും കരുണാനിധിയും അജയ്യനും പ്രതാപിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആല പുണ്യ റമദാനിലെ നമ്മുടെ എല്ലാ നോമ്പുകളെയും സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ 15 നോമ്പുകൾ പൂർത്തിയായി. വീഴ്ചകൾ മാപ്പാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൽ തുടക്കം മുതൽ ഇതുവരെ നോമ്പുതുറ നൽകിയ പ്രിയ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ അവരുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ അള്ളാഹു സഫലീകരിക്കട്ടെ. പരിശുദ്ധ റമദാനിൽ നോമ്പുകാരെ നോമ്പുതുറപ്പിച്ചതിൻ്റെ ഫലമായി അവരുടെ ജീവിതത്തിലുടനീളം അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശിഷ്യ ഇന്നത്തെ നോമ്പുതുറ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അവരുടെ കുടുംബം എല്ലാവരെയും അള്ളാഹു ബറക്കത്തിലാക്കട്ടെ. അവർ തുടക്കം കുറിച്ച സംരംഭങ്ങളെല്ലാം അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നാഥനായ തമ്പുരാൻ നോമ്പുകാരുടെ പ്രതിഫലത്തിൽ നിന്ന് അവർക്ക് അള്ളാഹു നസീബാക്കട്ടെ. പരിശുദ്ധമായ സുന്ദര സുവനത്തിൽ അവരുടെ കുടുംബാദികളിൽ മരണപ്പെട്ടു പോയവരെ അള്ളാഹു റയ്യാനിൻ്റെ ബാബിലൂടെ കടത്തുമാറാകട്ടെ. നാഥനായ തമ്പുരാൻ ഇനിയും ധാരാളം സൽക്കർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനുള്ള സമ്പത്തും ആരോഗ്യവും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നല്ല മനസ്സും അള്ളാഹു അവർക്ക് ഏവർക്കും നസീബാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇന്നത്തെ തറാവീഹിന് ശേഷം നമ്മുടെ മദ്രസയിലെ കുരുന്നു മക്കൾ കൊച്ചുമക്കളെയൊക്കെ സന്തോഷിപ്പിക്കാനും എല്ലാവർക്കും ഭക്ഷണം നൽകാനും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നഹാസ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിക്കിരട്ടിയായി ആ സമ്പത്ത് അവരിലേക്ക് തിരികെ നൽകട്ടെ. കച്ചവടത്തിൽ അവരുടെ ബിസിനസ്സിൽ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക്, അവരുടെ പ്രിയപ്പെട്ട ഭാര്യ മക്കളിൽ എല്ലാവരിലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നിഅമത്തുകൾ അള്ളാഹു വാസിയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ നിഅമത്തുകളും അള്ളാഹു നൽകട്ടെ. അതുപോലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ തറാവീഹിന് ശേഷമുള്ള ചീരണി കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കും ഖൈറ് ചൊരിയട്ടെ. അവരുടെയും സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. ഓരോ നീയത്തുകളിലായിട്ടാണല്ലോ ഓരോ നന്മകൾ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനം തഖ്വയാണ്. ഇഖ്ലാസോടെ ചെയ്യുന്ന ഒരു അമലാണ്. ശിശുമാനസരായി ഇന്നു പിറന്ന കുഞ്ഞിനെപ്പോലെ സംശുദ്ധരാകാൻ നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്നാണ്. ഒരാളുടെ മനസ്സ് സന്തോഷിപ്പിക്കലാണ്. പ്രത്യേകിച്ച് തറാവീഹൊക്കെ നിസ്കരിച്ച് കൊച്ചുമക്കളൊക്കെ വലിയ പ്രയാസത്തോടെ ആവേശത്തോടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അവർ വന്ന് നിസ്കരിച്ച് ഒരു മടിയില്ലാതെ നിസ്കാരമൊക്കെ പൂർത്തിയായി പോകുമ്പോൾ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിൽ ആ സന്തോഷിപ്പിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നത് വലിയ പ്രതിഫലമാണ്. അവരുടെ സമ്പത്തിൽ ഒരു കുറവും വരില്ല, ആരോഗ്യത്തിൽ കുറവില്ല. അള്ളാഹു അവർക്ക് എല്ലാവിധ ശർറുകളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകട്ടെ. ഹഫളത്തിൻ്റെ മലക്കുകളെ കൊണ്ട് അള്ളാഹു അവർക്കെല്ലാം കാവൽ നൽകട്ടെ. നോമ്പ് തുറപ്പിച്ചവരെയും തറാവീഹിന് ശേഷമുള്ള ഭക്ഷണം നൽകിയ എല്ലാവരെയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സ്നേഹതികളായ സത്യവിശ്വാസികളെ, പരിശുദ്ധരായ മുത്തുബദരീങ്ങളുടെ പുണ്യമായ രാവ് നമ്മളിലേക്ക് അടുത്തു വരികയാണ്. നാളെ മഗ്രിബ് കഴിഞ്ഞിട്ടാണ് ഇൻഷാ അള്ളാഹ് പവിത്രമായ മനാഖിബുകളിൽ നിന്ന് മഹത്തുക്കളായ മുത്തുബദരീങ്ങളുടെ അനുസ്മരിച്ചുകൊണ്ട് മനാഖിബുകളിൽ നിന്ന് ഒരൽപ്പം ഓതി ഇൻഷാ അള്ളാഹ് അസറിന് ശേഷം ഓതി തറാവീഹ് കഴിയുമ്പോൾ അവസാനത്തെ ഹിക്കായത്ത് ഓതിയിട്ട് ഇൻഷാ അള്ളാഹ് ദുആ ചെയ്യണം. അള്ളാഹു കബൂലാക്കട്ടെ. നാളത്തെ തബറുക്കിൻ്റെ ഭക്ഷണം കരുതിയിട്ടുള്ള കുടുംബാദികളെയും അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്നവർക്കെല്ലാം അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുബദരീങ്ങൾ അവർ റഹ്മത്ത് നേടിയവരാണ്, മഗ്ഫിറത്ത് കരസ്ഥമാക്കിയവരാണ്, ഇത്ഖും മിനന്നാർ കരസ്ഥമാക്കിയവരാണ്. പരിശുദ്ധ റമദാനിൻ്റെ 3 തണലുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മുത്തുബദരീങ്ങളുടെ നേതാവ് ആരാണ്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹത്തുക്കളുടെ ചരിത്രം ഓർക്കുമ്പോൾ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളുടെ നേതാവാണ്. ആ നേതാവിൻ്റെ ഒരു എളിമയുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുഗ്രഹീത സ്വഭാവത്തെക്കുറിച്ച് മാത്രം പറയാം. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖറബുൽ അംലാഖ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മലക്കുകൾ, ഹഫളത്തിൻ്റെ മലക്കുകളുണ്ട്, കാവൽക്കാരായ മലക്കുകൾ. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രകളിൽ കാവലായി ഹഫളത്തിൻ്റെ മലക്കുകളുണ്ട്. അള്ളാഹു എല്ലാ വിപത്തുകൾ, പെടുമരണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ കാവൽ അള്ളാഹു നൽകും. ഹഫളത്തിൻ്റെ മലക്കുകൾ, ആ മലക്കുകളുടെ എണ്ണം നോക്കണം. അർശിനെ
ചുമക്കുന്ന മലക്കുകൾ, അല്ലേ, ഹമലത്തുൽ അർശ്. അതേപോലെ ഓരോ മഴത്തുള്ളികളെ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ അള്ളാഹു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ, എത്രയോ മലക്കുകൾ, അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഇബാദു സാലിഹീങ്ങൾക്ക് ആർക്കും അറിയില്ല. കൂടെയുള്ള മലക്കുകൾക്ക് പോലും അറിയില്ല. ബൈത്തുൽ മഅമൂറിൽ വന്ന് ത്വവാഫ് ചെയ്ത് മടങ്ങിപ്പോകുന്ന മലക്കുകൾ രാത്രിയുടെ ഇശാഇന് ശേഷം വന്ന് സുബഹിൻ്റെ സമയം വരെ, സുബഹിന് ശേഷം വരുന്നവർ ഇശാഇൻ്റെ സമയം വരെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ത്വവാഫ് ഒരു തവണ വന്നവർ ഖിയാമത്ത് നാൾ വരെ പിന്നെ 10,000 മലക്കുകൾ വരില്ല. അക്കണക്ക് നോക്കിയാൽ എത്രയാണ് ആ മലക്കുകളുടെ എണ്ണം? ആ മലക്കുകളുടെ ഏറ്റവും വലിയ നേതാവാണ്, മുഖറബുൽ അംലാക്കാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീലിനേക്കാൾ മേലെയാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബുകൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിൻ്റെ മേൽക്കൂര സിദ്റത്തുൽ മുൻതഹയും കടന്നുപോയ ഒരു നേതാവ്. ആ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ. അമ്പിയാക്കളിൽ എല്ലാ അമ്പിയാക്കളെക്കാൾ മഹത്തുക്കളാണ് ഉലുൽ അസ്മുകൾ. ആ ഉലുൽ അസ്മുകളിൽ ഏറ്റവും മേലെയായ നബി മുഹമ്മദ് മുസ്തഫ എല്ലാ നബിമാരെക്കാളും മേലെയാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ്. മുത്തുബദരീങ്ങളുടെ നേതാവാണ്. സിദ്റത്തുൽ മുൻതഹയെ മികച്ച് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലെത്തിയ നേതാവാണ്. മലക്കുകളെക്കാളൊക്കെ മേലെയാണ്. എല്ലാ അഡ്രസ്സുകളുമുള്ള ഒരു നേതാവ്. അവിടുത്തെ വാക്ക് ശ്രദ്ധിക്കണം. എനിക്കേറ്റവും ഇഷ്ടം എന്താണ്? എനിക്കേറ്റവും ഇഷ്ടം ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാ, ഞാൻ അള്ളാഹിൻ്റെ അടിമയാണെന്ന് എൻ്റെ അള്ളാഹ് എന്നെ അങ്ങനെ വിളിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു വലിയ അർത്ഥവത്തായൊരു വാക്കാണ്. തഖ്വയുള്ള മുഅ്മിനെ പരിശുദ്ധ റമളാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വ, ആ തഖ്വ കൊണ്ട് പരിശുദ്ധ റമളാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയ ചൈതന്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമയായിരിക്കലാണ്. വലിയൊരു പണ്ഡിതനാണെന്ന് പറയുന്നതിലോ, വലിയൊരു നേതാവാണെന്ന് പറയുന്നതിലോ, വലിയൊരു ഉസ്താദാണെന്ന് പറയുന്നതിലോ, വലിയൊരു മുത്തവല്ലിയാണെന്ന് പറയുന്നതിലോ, വലിയൊരു എൻജിനീയറോ ഡോക്ടറോ ആണെന്ന് പറയുന്നതിലോ ഒന്നുമല്ല മഹിമ, മഹത്വം. അവരിൽ ഏറ്റവും നല്ല ഒരു മഹത്വമേറിയ വാക്ക് അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമയാണ് ഞാൻ. ആകണേ റബ്ബേ, അങ്ങനെ എന്നെ ചേർക്കണേ എന്ന് പറയലാണ്. കാരണം ഒരു അടിമ, അവൻ അള്ളാഹിൻ്റെ തൃപ്തി നേടിയാൽ ആ അടിമയുടെ കൂടെ യജമാനനുണ്ടാവും. സർവായുധ സജ്ജരായി ഒരു ആൾ, ഒരു രാജാവ്, എല്ലാ പടച്ചട്ടയും ആയുധങ്ങളും ഏന്തിയ രാജാവിൻ്റെ അടുക്കൽ ഉള്ള ഒരു പ്രജയ്ക്ക് എന്ത് അഭിമാനമാണ്, എന്ത് സന്തോഷമാണ്, എന്തൊരു ധൈര്യമാണ്. ഒരു വലിയ രക്ഷകൻ, സംരക്ഷകനായ അള്ളാഹു, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയാണ് ഞാൻ എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ ആ റബ്ബ് അവനോട് ചേർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി അള്ളാഹുവിൻ്റെ അടുക്കൽ ചേർന്നിരിക്കുന്നവർക്കാണ് അള്ളാഹു സുന്ദര സുവനം നൽകുക. ആ സുന്ദര സുവനം ഉറപ്പിച്ചവർ, തഖ്വ നേടി റബ്ബിൻ്റെ ഇഷ്ട അടിമയായി ആ സുന്ദര സുവനം ഉറപ്പിച്ചവരാണ് മഹത്തുക്കളായ മുത്തുബദരീങ്ങൾ. ദുനിയാവിൽ വെച്ച് തന്നെ, വഫാത്തായി പോയതിന് ശേഷമുള്ള മഹത്വമല്ല പറയുക, ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗം ഉറപ്പിച്ചവർ. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹുവിൻ്റെ തൃപ്തി അവർ നേടി. അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകട്ടെ, നമ്മൾ ഏറ്റുപറയും അവർ അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടിയവരാണെന്ന്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ് മുത്തുബദരീങ്ങൾ. ആ ബദരീങ്ങൾ വരുന്ന മജ്ലിസ്, ബദരീങ്ങൾ വരുന്ന സ്ഥലം, ആ സ്ഥലത്ത് വലിയ മഹത്വമുണ്ട്. ആ സ്ഥലത്തിന് പ്രത്യേകം ബറക്കത്തുണ്ട്. അവരുടെ പേരുകൊണ്ട് പേര് വയ്ക്കുന്നതിന് ബറക്കത്തുണ്ട്. അവരുടെ പേരുകൊണ്ട് പേര് ചൊല്ലുന്നതിന് ബറക്കത്തുണ്ട്. അത്രത്തോളം ബദരീങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സിൽ നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹാൻഡ്സ് ഓഫ് ചെയ്ത് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ആ മുത്തു ബദരീങ്ങൾ അനുസ്മരിക്കേണ്ട രാവാണ് നാളെ.
പവിത്രമായ രാവ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് വിനീതൻ്റെ ഉമ്മ ക്രിട്ടിക്കൽ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എല്ലാവരുടെയും ദുആയിൽ ഓർക്കണം. പരിശുദ്ധ റമദാനാണ് ഒരു മുഅ്മിനത്തിന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹു പ്രിയപ്പെട്ട മാതാവിനും ഉമ്മച്ചിക്ക് അള്ളാഹു നൽകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ നോമ്പുതുറ നൽകിയവരും തറാവീഹിന് ശേഷമുള്ള ഭക്ഷണം നൽകിയ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അതേപോലെ ഒരു സഹോദരൻ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പള്ളിയിലേക്ക് ഒരു 500 രൂപ ദുആ വസിയത്ത് ചെയ്ത് നൽകിയിട്ടുണ്ട്. അവരുടെ ഒരു 13 ദിവസം മാത്രം പ്രായമുള്ളൊരു കൊച്ചു കുഞ്ഞ് പ്രിയപ്പെട്ട മകൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് അത് ആ കുട്ടിക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബത്തിലെ എല്ലാവിധ ഖൈറിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. ഒരു പവിത്രമായ തിരുനബി തങ്ങളുടെ മേൽ ഉള്ള ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളെയും സ്വീകരിക്കണേ റഹ്മാനെ. തറാവീഹും വിത്റും അള്ളാഹുവേ ഇശാ നിസ്കാരവും മറ്റ് ഇബാദത്തുകളും എല്ലാം കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, പരിശുദ്ധ റമദാനിൻ്റെ പകുതിക്ക് ശേഷമുള്ള വിത്ര നമസ്കാരത്തിൻ്റെ ഒടുവിലത്തെ റക്അത്തിൽ ഇഅ്തിദാലിന് ശേഷമുള്ള ഖുനൂത്ത് സ്വീകരിക്കണേ റബ്ബേ. പരിശുദ്ധ റമദാനിലുടനീളം ഇബാദത്തുകൾ കൊണ്ട്, ഖുർആനോത്ത് കൊണ്ട്, അഅ്മാലു സ്വാലിഹാത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. റമദാൻ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കി തരണേ റബ്ബേ. ഞങ്ങളെ ഹഫളത്തിൻ്റെ മലക്കുകൾ വെച്ച് ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. വിപത്തുകൾ, ശർറ്, ബലാ, മുസീബത്തുകൾ തട്ടിമാറ്റണേ അല്ലാ. പരിശുദ്ധ റമദാൻ്റെ തഖ്വ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പരിശുദ്ധ റമദാൻ്റെ റിസ്ഖ് നൽകണേ അല്ലാ. പരിശുദ്ധ റമദാൻ്റെ എല്ലാ നിഅമത്തുകളും ഞങ്ങൾക്ക് വാസിയാക്കി തരണേ പടച്ചവനെ. കരുണക്കടലായ റബ്ബേ, കൃപയുള്ള റബ്ബേ, ഇന്നത്തെ നോമ്പുതുറ നൽകിയ കുടുംബാദികൾ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ സതുദ്ദേശങ്ങളെ സഫലീകരിക്കണേ റബ്ബേ. അവരുടെ വീട് നിർമ്മാണം, അവർ തുടക്കം കുറിച്ച എല്ലാ സംരംഭങ്ങളും വിജയത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട സഹോദരൻ വിദേശത്ത് നൽകുന്ന പ്രിയപ്പെട്ട പിതാവ് എല്ലാവിധ ഖൈറും നൽകണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതമാക്കണേ അല്ലാ. അവർ നോമ്പ് തുറയ്ക്ക് വേണ്ടി എടുത്ത സമ്പത്ത് ഇരട്ടിക്കിരട്ടിയായി തിരികെ നൽകണേ റബ്ബേ. ഇനിയും നന്മകൾക്ക് ചിലവാക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. കുറവാക്കല്ല റബ്ബേ. നിനക്കിഷ്ടപ്പെട്ട സമ്പത്താക്കി അവർ ഞങ്ങളൊക്കെ ധാരാളം സമ്പത്ത് ചിലവാക്കുന്നു. ഞങ്ങൾക്ക് ധാരാളം സമ്പത്ത് അള്ളാഹുവേ, അവരും ഞങ്ങളുമൊക്കെ ധാരാളം സമ്പത്ത് നൽകുന്നു. ഈ അള്ളാഹ് ഞങ്ങൾ പല വഴിയിൽ ചിലവാക്കുന്നു. അതിലേറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ചിലവാക്കലാക്കി നോമ്പു തുറക്കാർക്ക് നൽകിയ സമ്പത്തിനെ നീ മാറ്റണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ അള്ളാഹ്, ജാരിയായ സ്വതക്കയാക്കി അവരുടെ പ്രിയപ്പെട്ട കുടുംബാദികളുടെ മരണപ്പെട്ടുപോയവരുടെ ഖബറിടങ്ങളിലേക്ക് നീ അതിൻ്റെ പ്രതിഫലത്തെ ഒഴുക്കണേ റബ്ബേ. അള്ളാഹുവേ, അവരുടെ എല്ലാവരുടെയും നിയ്യത്തുകൾക്ക് കബൂലിയത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹ് പടച്ചവനെ, തറാവീഹിന് ശേഷമുള്ള പൊന്നുമക്കളെ സന്തോഷിപ്പിക്കാൻ അള്ളാഹുവേ, ഭക്ഷണം നൽകുന്ന പ്രിയപ്പെട്ട സഹോദരൻ നഹാസ് സഹോദരന് ഖൈറ് ചൊരിയണേ അല്ലാഹ്. നിഅമത്തുകൾ വാസിയാക്കണേ അല്ലാഹ്. വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ. കണ്ണേർ, സിഹർ, മാരണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. അള്ളാഹ്, പ്രിയ സഹോദരൻ്റെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഒന്നും കുറവാക്കല്ല റബ്ബേ. ഈ എടുത്ത തുക വലിയ നിഅമത്താക്കി ഇരട്ടിക്കിരട്ടിയായി തിരികെ നൽകണേ റബ്ബേ. എല്ലാവിധ ഖൈറുകളും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, പടച്ചവനെ, അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹുവേ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഹയാത്തിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവരുടെ പ്രിയപ്പെട്ട സഹോദരൻ പ്രവാസിയാണ്, എല്ലാവിധ ഖൈറ് നൽകണേ റഹ്മാനെ. അവരുടെ ഭാര്യ മക്കളിൽ എല്ലാ നിഅമത്തും വാസിയാക്കി കൊടുക്കണേ പടച്ചവനെ. കരുണക്കടലായ റബ്ബേ, അവരുടെ എല്ലാ സതുദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, കൊച്ചുമക്കൾ, മദ്രസയിലെ മക്കൾ ഈ ഭക്ഷണം വാങ്ങിച്ചിട്ട് അവരുടെ വിലപ്പെട്ട ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ആ കുടുംബത്തെ ശിശുമാനസരാക്കണേ റബ്ബേ. തറാവീഹിന് ശേഷം ജീരണി കൊണ്ടുവന്ന സഹോദരനെയും കബൂലാക്കണേ അല്ലാഹ്. അവരുടെ നിയ്യത്തുകൾക്കും കബൂലിയത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, പടച്ചവനെ, അവരുടെ നിയ്യത്ത് എന്താണോ നിൻ്റെ പൊരുത്തപ്പെട്ടതാക്കി അവർക്കെല്ലാം നീ തഖ്വ കൊടുത്ത് 5 വഖത്ത് ഖളാ ആകാതെ കൃത്യസമയത്ത് നിസ്കരിക്കുന്നവരാക്കി അവരെയും ഞങ്ങളെയും നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, അവരുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളിലേക്കും ആ നന്മയുടെ സവാബ് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാഹ്.
അവിടുന്ന് കാവൽ തേടിയ സർവ്വ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കണേ റഹ്മാനെ. ബിഹഖ്ഖി നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.